നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു. തഹാവൂർ റാണയുമായുള്ള പ്രത്യേക വിമാനം ഡൽഹിയിൽ ഇറങ്ങി. സുരക്ഷ മുൻനിർത്തി വിമാനമിറങ്ങുന്ന സമയം വെളിപ്പെടുത്തിയിരുന്നില്ല. ജയിൽ വാൻ, പൈലറ്റ് കാർ, എസ്കോർട്ട് കാർ എന്നിവയും എയർപോർട്ടിലെത്തിയിരുന്നു. NIA ഓഫീസിലേക്ക് പ്രതിയെ കൊണ്ടുപോകുമ്പോൾ സുരക്ഷ ഒരുക്കാനാണ് ഈ വാഹനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ 3rd ബറ്റാലിയൻ ടീമിനെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി തീഹാർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് നിലവിലെ വിവരം. മറ്റു രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല. തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് രാജ്യതലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അകമ്പടിയോടെയാണ് റാണയെ എത്തിക്കുന്നത്. NIA ആസ്ഥാനത്തേക്ക് എത്തിച്ച ശേഷം NIA DG അടക്കം 12 ഉദ്യോഗസ്ഥരുടെ സംഘമായിരിക്കും റാണയെ ചോദ്യം ചെയ്യുക. പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണ. ലോസ് ആഞ്ചലസിലെ തടങ്കൽ കേന്ദ്രത്തിലാണ് തഹാവൂർ റാണ കഴിഞ്ഞിരുന്നത്. അസുഖബാധിതനായ തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്നും ഇന്ത്യയിലെത്തിച്ചാൽ താൻ മതത്തിന്റെ പേരിൽ പീഡനത്തിനിരയാകുമെന്നും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും റാണ US സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിയാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US സുപ്രീം കോടതി വിധിച്ചത്. തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മുംബൈ ഭീകരാക്രമണത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇനി അറിയാനാകും. മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ ഒരാളായ പാക് US ഭീകരൻ ഡേവിഡ് ഹെഡ്ലിയെ ചോദ്യം ചെയ്തപ്പോൾ റാണയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇരുവരും തമ്മിൽ 100-ലധികം ഫോൺ കോളുകളും ചെയ്തിരുന്നു. 2008-ൽ മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ തഹാവൂർ റാണ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യ വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടന്നത്. ഡേവിഡ് കോൾമാനുമായി ചേർന്ന് അമേരിക്കയിൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നതിനിടെയാണ് റാണ പിടിയിലായത്.